ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളം, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ബ്യൂട്ടി ചികിത്സകൾ കൂടി വരികയാണ്. അതായത് എന്നെ പോലെ ഇങ്ങനെ കറുത്ത കളറുള്ളവർ പ്രത്യേകതരം ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് ഈ ടൊവിനോ തോമസിനെ പോലെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ വെളുക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറുത്തിരുന്നാൽ അല്ലെങ്കിൽ നമ്മളുടെ ഇതുപോലെ ഡാർക്ക് സ്കിൻ കൊണ്ടിരുന്നാൽ നമുക്ക് വാല്യൂ ഇല്ല എന്നൊരു ചിന്താഗതി, ആ ഒരു അരക്ഷിത ബോധം അവരുടെ മനസ്സിനെ വേട്ടയാടുന്നു. അതുകൊണ്ട് അവര് ഒരുപാട് ചികിത്സകൾ എടുക്കുന്നു. അപ്പോ എനിക്കിന്ന് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇന്ന് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല ഇന്നത്തെ വീഡിയോയ്ക്ക്. അതായിരിക്കും എൻ്റെ മുഖത്തൊരു വ്യത്യസ്തത കാണുന്നത്. കാരണം ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല. ഇന്നത്തെ സംഭവത്തിന് ഫിൽറ്റർ യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതിനെപ്പറ്റി ആവുമ്പോൾ തന്നെ നമ്മൾ തന്നെ ഫിൽറ്റർ യൂസ് ചെയ്തുകൊണ്ട് വന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് 2 വീഡിയോസ് കാണിച്ചു തരാം. ആദ്യത്തെ വീഡിയോയിൽ കണ്ട വ്യക്തിയാണ് മുകേഷ് അംബാനി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന യഥാർത്ഥ രാജാവ്, അതായത് മോദിക ബോസ്. യാഥാർത്ഥ്യം അത് തന്നെയാണ്. ഇനിയിപ്പോ ഏത് സർക്കാർ വന്നാലും ആ സർക്കാരിന്റെയൊക്കെ ബോസ് ഇദ്ദേഹം തന്നെയായിരിക്കും. ഇദ്ദേഹം, അദാനി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ വീഡിയോ ആണത്. വലിയ ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്യാത്ത വീഡിയോ ആണ്. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അംബാനി ഇതിനു മുമ്പ്, നിങ്ങൾക്കൊക്കെ കിട്ടുന്നതിന് മുമ്പ് അതിന്റെ ഏറ്റവും കൂടിയ ക്വാളിറ്റി ഉള്ള സാധനം അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? സിമ്പിൾ ഒരു ചോദ്യമാണ്. അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ? അയാളുടെ കയ്യിൽ ഇല്ലാത്ത പണമാണോ? അയാളുടെ കയ്യിൽ ഇതിന്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അയാളുടെ വൈഫ് സൗന്ദര്യം എങ്ങനെയാണ് മെയിൻറ്റെയിൻസ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബീട്രൂട്ട് ജ്യൂസും അങ്ങനെയുള്ളതാണ്. പ്രത്യേകിച്ച് പുള്ളിക്കാരന്റെ വൈഫ് നല്ല രീതിയിൽ മേക്കപ്പ് കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യും. അത് സ്ത്രീയാണ്, സ്ത്രീ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു സഹജമാണ്. പുള്ളിക്കാരൻ എന്താ ഒരു മേക്കപ്പ് ഇടാത്തത്? പുള്ളിക്കാരന്റെ ചില ഫോട്ടോസ് നല്ല ഇത് ചെയ്തായിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ കണ്ട ഒരാള്, അടുത്ത വീഡിയോ, Here I am running this company now, not quite 25 years, and I still spend an hour a day studying the world and the markets. That's not an hour. ഇപ്പോ ഈ വീഡിയോയിൽ കണ്ട വ്യക്തിയാണ് ബ്ലാക്ക് റോക്കിന്റെ സിഇഒ ലാരി ഫിങ്ക്. ഇദ്ദേഹം ന്യൂയോർക്കിൽ ഇരുന്ന് നാളെ തീരുമാനിക്കുകയാണ്, ഇന്ന് നരേന്ദ്രമോദി ഇവിടെ പ്രധാനമന്ത്രിയായത് മതി, ഇനി അടുത്തൊരാളെ പ്രധാനമന്ത്രി ആക്കണമെന്ന് തീരുമാനിച്ചാൽ നാളത്തെ വാർത്ത നമ്മൾ കേട്ടുണരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെച്ചു, BJP സർക്കാർ വീണു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായേക്കും. ഇതായിരിക്കും നാളത്തെ ചർച്ച. കാരണം ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള, ലോകം ഭരിക്കുന്ന രാജാവാണ് അദ്ദേഹം, ബ്ലാക്ക് റോക്കിന്റെ സിഇഒ ലാരി ഫിങ്ക്. ലാരി ഫിങ്കിന് ഒരു ഹെയർ സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോ ആ ചൊട്ടത്തല മാറ്റി ഒരു ഹെയർ സെറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? എന്തിനാ കമ്പനി തന്നെ പർച്ചേസ് ചെയ്യാലോ. അദ്ദേഹത്തിന് അതുപോലെ ഒരു ഹെയർ ഫിറ്റ് ചെയ്ത് നടക്കാൻ എത്രത്തോളം സമയം വേണം? ഏറ്റവും ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് നടത്താം. എന്തുകൊണ്ട് അദ്ദേഹം നടത്തുന്നില്ല? അംബാനി എന്തുകൊണ്ട് ഒരു ഗ്ലാമർ ട്രീറ്റ്മെന്റ് നടത്തുന്നില്ല അദ്ദേഹത്തിന്റെ സ്കിന്ന് വെളുപ്പാക്കാൻ? എന്തുകൊണ്ട് ലാരി ഫിങ്ക് ഒരു വിഗ് വെക്കാൻ നോക്കുന്നില്ല? ഇവർക്കൊക്കെ അറിയാം അവരുടെ ഒന്നും വാല്യൂ ഇരിക്കുന്നത് ഇവിടെയോ അല്ലെങ്കിൽ ഇതിലോ അല്ല, ഇതിലാണ് അവരുടെ വാല്യൂ ഇരിക്കുന്നുള്ളത് ഒരു ബോധം അവർക്കുണ്ട്. ഇതുപോലെ ഊള ട്രീറ്റ്മെന്റുകൾ, അതായത് നമ്മളുടെ നിറം നമുക്ക് തന്നെ ഷെയിം തോന്നി ഇതുപോലെ ഊള ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ആരാന്നറിയോ? എന്നെ പോലെ, നിങ്ങളെ പോലെ ഒരു മിഡിൽ ക്ലാസ് മാനാണ് ഇതുപോലുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നത്. ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരാൾ അവരുടെ ഗ്ലാമറിനെ പറ്റി ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ രജനീകാന്തിന് എടുക്കാൻ പറ്റാത്ത ട്രീറ്റ്മെന്റ് ആണോ ഇന്ന് ഇന്ത്യയിലുള്ളത്? അല്ലെങ്കിൽ മുകേഷ് അംബാനിക്ക് എടുക്കാൻ പറ്റാത്ത ട്രീറ്റ്മെന്റ് ആണോ ഇന്ന് ഇന്ത്യയിലുള്ളത്? അപ്പൊ അവരൊന്നും ഇതെന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല, ഇതൊന്നും നിരന്തരമല്ല, ഇതിനൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവരിതൊന്നും എടുക്കാത്തത്. അല്ലാണ്ട് ഇവരുടെ എടുക്കാൻ കാശില്ലാത്തതുകൊണ്ടോ അല്ല ഇവർ പിശുക്കന്മാരായതുകൊണ്ടോ അല്ല. ഇതിനൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നൊരു ഉറപ്പ് അവർക്കറിയാം. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു കറുപ്പായിരിക്കുന്ന നിങ്ങൾക്ക് വെളുപ്പാവണോ എന്ന് ചോദിച്ചുകൊണ്ട്
ഓരോ ഇത് വരുന്നു, ആഡ് കാണുന്നു, ഉടനെ അത് വാരിത്തേക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വെളുത്ത തമന്ന, വെളുത്ത കാജൽ അഗർവാൾ, വെളുത്ത ആൾക്കാർ, എല്ലാം വെളുത്ത ആൾക്കാരാണ് ഈ ഫെയർ ആൻഡ് ലവ്ലി പോലുള്ള സാധനങ്ങള് എന്താ പറയാ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വന്നിട്ടുള്ളത്. എന്നെങ്കിലും ഒരു കറുത്ത നടീനെ കൊണ്ടുവന്നിട്ട് ഇവര് ഈ ഫെയർ ആൻഡ് ലവ്ലിയോ അല്ലെങ്കിൽ ഡവ് സോപ്പിന്റെയോ ഒക്കെ പരസ്യം ചെയ്യിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് അറിയാം. ഈ ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഒരു ആന്റി ഉണ്ടായിരുന്നു, 2 ആന്റിമാര്. അവർക്ക് എൻ്റെ ഒരു ആന്റിക്ക് അവർ മരിക്കുമ്പോൾ അവർക്ക് ഒരു 70-75 വയസ്സുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒരു പെങ്ങളാണ്, അച്ഛൻ്റെ ചേച്ചിയായിട്ട് വരും. മറ്റത് അച്ഛൻ്റെ അനിയത്തിയാണ്. ഇവര് സിസ്റ്റേഴ്സ് ആണ്. ഈ എൻ്റെ ആന്റി മരിക്കുന്ന സമയത്ത്, അവരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവർ മരിക്കുന്ന സമയത്ത് അവരുടെ സ്കിന്നിൽ ഒരു ചുളുക്ക് പോലും ഉണ്ടായിരുന്നിട്ടില്ല. 70 ഏജിൽ അവർ മരിക്കുമ്പോൾ അവർക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഇഷ്യൂസ്, അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ മരിക്കുന്ന സമയത്ത് അവരുടെ സ്കിന്നിന് ഒരു ചുളുക്ക് പോലും ഉണ്ടായിരുന്നിട്ടില്ല. അവർ ഓൾഡ് ആണല്ലോ, 70 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു 2014 സമയത്ത് ആണ് അവർ മരിക്കുന്നത്. 70 വയസ്സിനടുത്തുണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത്. അന്നത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാം അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ. പക്ഷെ നേരെ മറിച്ച് ഈ ആന്റിയുടെ ഒരു ഇളയ സഹോദരി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി റെയിൽവേയിലാണ് ജോലി ഉണ്ടായിരുന്നത്. പുള്ളിക്കാരി ബ്യൂട്ടി കോസ്മെറ്റിക്സ് ഒക്കെ വെയിലത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട്, ഈ ആന്റി ടീച്ചറായിരുന്നു, അതുകൊണ്ട് ഈ ആന്റി എന്ന് പറഞ്ഞാൽ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഈ കോസ്മെറ്റിക്സ് ഒക്കെ ഒരുപാട് തേക്കുമായിരുന്നു. തേച്ച് ഇപ്പൊ ആന്റിയുടെ മുഖം ഒരുമാതിരി കറുത്ത മുഖമായി. ഇവർ ഓൾറെഡി വെളുത്തവർ തന്നെയാണ്. പക്ഷെ ഈ ഫെയർ ആൻഡ് ലവ്ലി പോലുള്ള സാധനങ്ങൾ ഓവർ തേച്ച് ആന്റിക്ക് ഒരു 40-45 50 വയസ്സുണ്ടാവും തോന്നുന്നു, 15. പക്ഷെ ഇപ്പോ മുഖം മാത്രം നല്ല കറുത്തിരിക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊന്നും ഒരു 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 നിലനിൽപ്പുള്ള സാധനങ്ങളല്ല. ഇതൊക്കെ കിട്ടുമെങ്കിൽ, ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ ഹൈ ക്ലാസ് ആൾക്കാർ നന്നായി ഉപയോഗിക്കുമായിരുന്നു. അവർക്കറിയാം ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളത്. ഇതൊക്കെ ആരുപയോഗിക്കാനാണ്? നമ്മളെ പോലുള്ള ആളുകൾ. എസ് ജെ സൂര്യ പറയുന്ന പോലെ ഇങ്ങനെ വാഴുന്നത്, ഇങ്ങനെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കും. പക്ഷെ ഒടുക്കമേ മനസ്സിലാവൂ ഇങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് നമ്മൾ നശിച്ചു പോയത് എന്നുള്ളത്. സിമ്പിളാണ്. ചിന്തിക്കൂ, ചിന്തിച്ച് செயல்பടൂ. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ.